നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്നു. പാർട്ടിയുടെ സൗമ്യ മുഖമാണ് വിടവാങ്ങുന്നത്. കടുത്ത പനിയെ തുടർന്ന് ആഗസ്റ്റ് 19 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എയിംസിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിചരണം. ഇടയ്ക്ക് നില മെച്ചപ്പെട്ടുവെങ്കിലും വീണ്ടും ഗുരുതരാവസ്ഥയിലായി. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി 1952 ഓഗസ്റ്റ് 12 മദ്രാസിലാണ് ജനിച്ചത്. സർവേശ്വര സോമയാജി യെച്ചൂരിയുടെയും ഭാര്യ കൽപ്പികയുടെയും മകനായിരുന്നു. ദില്ലി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം JNUവിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. JNUവിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി. 1974 SFIയിൽ അംഗമായി. 3 വട്ടം JNU സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി. JNUവിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥക്കാലത്തെ ഒളിവു ജീവിതം മൂലം പൂർത്തിയാക്കാനായില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് 1975 അദ്ദേഹം അറസ്റ്റിലായി. 1978 SFIയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1986 SFI ദേശീയ പ്രസിഡന്റായി. 1984 32 വയസ്സിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായത്. 1988 തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. 1992 മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. പിന്നീട് 2015 വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്നും CPM ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു. 2018 ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും CPM ദേശീയ അധ്യക്ഷനായി. 2022 കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3ാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്ററായിരുന്നു. 2005 പശ്ചിമബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. പ്രമുഖ മാധ്യമപ്രവർത്തക സീമ ചിൽസിയാണ് ഭാര്യ. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ ആശിഷ് യെച്ചൂരി, ഡോക്ടർ അഖില യെച്ചൂരി, ഡാനിഷ് എന്നിവർ മക്കളാണ്. ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ ജനകീയ മുന്നേറ്റങ്ങൾക്കായി പാകപ്പെടുത്താനുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായ ഉത്തരവാദിത്തം ദാർശനിക വ്യക്തതയോടെ നിർവഹിച്ച നേതാവായിരുന്നു യെച്ചൂരി. അടിയന്തരാവസ്ഥക്കാലത്തിന്റെ തീച്ചൂടിൽ സമര പോരാട്ടങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത രാഷ്ട്രീയ പ്രവർത്തകനായ യെച്ചൂരി അന്ത്യം വരെയും ഇടതുപക്ഷ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. പൊളിറ്റിക്കൽ ഡെസ്ക് CCTV. പട്ടാമ്പി ഭാരതപ്പുഴയോരത്തെ ടൗൺ പാർക്ക് നവംബർ അവസാനത്തോടെ തുറന്നുകൊടുക്കും. ഇതിന് മുന്നോടിയായിട്ടുള്ള 2ാം ഘട്ട പ്രവൃത്തികൾ ഉടൻ പുനരാരംഭിക്കുമെന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. പാർക്ക് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു MLA. പൊതുജനങ്ങൾക്ക് ഒഴിവു സമയങ്ങൾ ചിലവഴിക്കുന്നതിനും പ്രഭാത സായാഹ്നങ്ങളിൽ ഉല്ലസിക്കുവാനും ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി ഭാരതപ്പുഴയോരത്ത് ടൗൺ പാർക്ക് നിർമ്മിക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ നടക്കുന്നത്. ജൂലൈയിലുണ്ടായ കനത്ത മഴയിൽ പാർക്കിലേക്ക് വെള്ളം കയറുകയും പാർക്കിൽ ശോചനീയാവസ്ഥ രൂപപ്പെടുകയും ചെയ്തിരുന്നു. ചളിക്കെട്ടെല്ലാം പാർക്കിൽ നിറഞ്ഞ സാഹചര്യമുണ്ട്. ഇതെല്ലാം നീക്കം ചെയ്ത് 2ാം ഘട്ട പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. വരുന്ന നവംബർ അവസാന വാരത്തോടെ പാർക്ക് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനു മുന്നോടിയായുള്ള 2ാം ഘട്ട പ്രവൃത്തികൾ ഉടൻ പുനരാരംഭിക്കും. നിലവിൽ ആദ്യഘട്ട പ്രവൃത്തികൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കൽ, മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, ആംഫി തിയേറ്റർ എന്നിവയെല്ലാം ലക്ഷ്യമിടുന്നുണ്ട്. പൂർണ്ണമായും MLA ഫണ്ട് ഉപയോഗിച്ചാണ് പാർക്കിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ടൗൺ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതപ്പുഴയെ ഒരു പരിധിവരെ മലിനമുക്തമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം പട്ടാമ്പിയിൽ ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ടെന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. കഴിഞ്ഞ പെരുമഴയിൽ കനത്ത മഴയുടെ കാരണം കൊണ്ട് വെള്ളം അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ ഇറിഗേഷൻ വകുപ്പിനോട് ബാക്കിയുള്ള വർക്കുകൾ തൽക്കാലം നിർത്തിവെക്കാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ കയറി അതിന് ശേഷം അത് വൃത്തിയാക്കി പിന്നെയും മഴ അലേർട്ടുള്ളത് കൊണ്ട് തന്നെ പെരുമഴ പെയ്യുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മഴ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി നിർമ്മാണം ആരംഭിച്ചാൽ മതി എന്ന്. എന്നാൽ ആ കുറച്ച് ദിവസം നിർത്തിവെച്ചപ്പോഴേക്കിന് അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് ചെടികളും അതുപോലെ തന്നെ പുല്ലുമൊക്കെ നന്നായിട്ട് വളർന്നിരിക്കുന്നു. ഇതിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മഴ ഉള്ളതുകൊണ്ട് തന്നെ ഈ പുല്ലൊക്കെ വെട്ടി തൽക്കാലം വെയിറ്റ് ചെയ്യും. എന്നിട്ട് 2ാം ഘട്ടത്തിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല മഴ
വല്ലാതെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം സ്ഥിരമായി കയറുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനുള്ള എന്താണ് സംവിധാനം എന്നുള്ളതിനെക്കുറിച്ച് കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പുഴയിൽ നിന്ന് കുറച്ച് മണലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ മണലെടുക്കുന്നതിന് ഒരുപാട് നമുക്ക് തടസ്സങ്ങളുണ്ട്. ഗവൺമെൻറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രപ്പോസൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കയറുന്നൊക്കെ നമുക്ക് കുറക്കാൻ കഴിയും. എന്തായിരുന്നാലും പട്ടാമ്പിയിലെ പാർക്ക് അതിൻ്റെ നവീകരണം നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ തന്നെ എന്തായാലും ഈ മഴ കഴിയുന്നതോടുകൂടി അടുത്ത ഘട്ടത്തിലെ വർക്ക് ആരംഭിക്കുകയുള്ളൂ. എന്നാലും നവംബർ മാസത്തോടു കൂടി ഫുൾ ഫ്ലഡ്ജഡായിട്ട് ഈ പാർക്ക് തുറന്നു കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നവംബർ അവസാനത്തിനോട് കൂടിയിട്ട് പട്ടാമ്പിയിൽ ഈ പാർക്ക് മാത്രമല്ല 18 ഏക്കറോളം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്പുറത്ത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ സ്ഥലമുണ്ട്, സെൻട്രൽ ഓർച്ചാർഡ്. അത് നവീകരിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഫാം ടൂറിസത്തിന് കൂടിയുള്ള സാധ്യത കൂടി ഉണ്ടാക്കുകയാണ്. പട്ടാമ്പിയിൽ പരമാവധി അത്തരത്തിൽ ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഇറിഗേഷൻ വകുപ്പിന് ഏതാണ്ട് 10ഓളം വരുന്ന കുളങ്ങളുടെ പ്രപ്പോസലുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഓരോ ഗ്രാമപ്രദേശത്തും ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന രീതിയിൽ ആ കുളങ്ങൾ നവീകരിച്ച് നല്ലൊരു സ്പോട്ടാക്കി. തൃത്താലയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പാടത്തേക്ക് മറിഞ്ഞ യുവാവ് മരിച്ചു. തൃത്താല പാണ്ടലങ്ങാട്ടിൽ വിനീതാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. കൊപ്പത്തുണ്ടായ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കാറുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പുള്ളി ഇറക്കത്തിലാണ് അപകടമുണ്ടായത്. കാറുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടത്തിൽ 3 പേർക്ക് പരിക്ക് പറ്റി. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തായിരുന്നു അപകടം സംഭവിച്ചത്. ഒരു കാറിലുണ്ടായിരുന്ന ആളുകൾക്കാണ് പരിക്ക് പറ്റിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. അപകടത്തെ തുടർന്ന് ഏതെങ്കിലും നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്തയ്ക്ക് തുടക്കമായി. 38 രൂപ കിലോയ്ക്ക് നേന്ത്രക്കായ, തക്കാളി കിലോഗ്രാമിന് 25 രൂപ, കാബേജ് 26 രൂപ തുടങ്ങി മുഴുവൻ പച്ചക്കറികൾക്കും വിപണി വിലയേക്കാൾ താഴ്ന്ന വിലയ്ക്കാണ് ഓണച്ചന്തയിലൂടെ വിൽപ്പന നടത്തുന്നത്. ഉത്രാടനാൾ വരെ ഓണച്ചന്ത പ്രവർത്തിക്കും. മുഴുവൻ ഉൽപ്പന്നങ്ങളും വിപണി വിലയേക്കാൾ കുറവിലാണ് വിറ്റഴിക്കുന്നതെന്നും ആളുകൾക്കാവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളതായും ബാങ്ക് ഡയറക്ടർ N കൃഷ്ണകുമാർ അറിയിച്ചു. കൂറ്റനാട് നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം. ഈ വർഷത്തെ ഓണച്ചന്ത ഇന്നിവിടെ പച്ചക്കറി ചന്ത, അതുപോലെ ഉണക്കസ്രാവ്, നേന്ത്രക്കായൊക്കെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. നേന്ത്രക്കായ്ക്ക് 1 കിലോന് 38 രൂപയാണ് വില. സ്രാവ് 460 രൂപയാണ് കിലോ. മറ്റേ എല്ലാ പച്ചക്കറി സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത് മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് നമ്മളിവിടെ വിൽക്കുന്നത്. ഈ ചന്ത നമുക്ക് ഉത്രാടത്തിനാൾ ഉച്ചവരെ ഉണ്ടാവും. ആളുകൾക്ക് യഥേഷ്ടം വന്ന് വാങ്ങിക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. SBI ATM കൗണ്ടറിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നാട്ടുകാർ. മാസങ്ങളോളമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി സെന്ററിൽ പ്രവർത്തിക്കുന്ന SBIയുടെ ATM കൗണ്ടർ പ്രവർത്തനരഹിതമായതുമൂലം പൊതുജനം ദുരിതത്തിലായിരിക്കുകയാണ്. ഓണക്കാലമായതിനാൽ ATM കൗണ്ടറിൽ നിന്നും പണമെടുക്കാൻ എത്തുന്ന നിക്ഷേപകർ മടങ്ങിപ്പോകേണ്ട ഗതികേടിലായിരിക്കുകയാണ്. ATM കൗണ്ടർ ഉടൻ പ്രവർത്തന യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ആദരാഞ്ജലി അർപ്പിച്ച് ബോർഡ് വെച്ച് പ്രതിഷേധിച്ചു. ഈ SBI വെച്ചിട്ടുള്ള ATM കൗണ്ടർ ഞങ്ങൾക്ക് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 3-4 മാസമായി ഇത് വർക്ക് ചെയ്തിട്ട്. ഇതിന് മുന്നേ ഒരു 5-8 മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടുപോലെ പരാതി ഇതൊക്കെ കൊടുത്തിട്ടാണ് ഒന്നും ശരിയായത്. 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതാണ് അവസ്ഥ. ഇവിടെ ഒരുപാട് ഈ കോളേജിൽ വരുന്നവരും റെയിൽവേ യാത്രക്കാരൊക്കെ ഈ ATM കൗണ്ടറിനെ പ്രതീക്ഷിച്ച് വന്നാൽ അവർക്ക് ഇവിടുന്ന് ആളുകൾ കാശ് കയ്യിൽ നിന്ന് കൊടുത്ത് പിന്നെ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് SBIയിൽ ഞങ്ങൾ പരാതി ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം വന്നിട്ട് ഒന്ന് ക്ലിയർ ചെയ്യും. അത് ക്ലിയർ ചെയ്ത് അവർ പോയതിന്റെ തൊട്ട് പിന്നെ തന്നെ ഇത് വീണ്ടും ഇതുപോലെ തന്നെ കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഇത് നാട്ടുകാർക്ക് ഒരു ബാധ്യതയാണ്. നമുക്ക് ഇനിയിപ്പോ ഇതില് നിയറസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ATMs പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ATMനെ സമീപിക്കുക അല്ലാതെ ഇവിടെ വേറെ ഒരു രക്ഷയില്ല.
ഈ ATM വളരെ പരിതാപകരമായിട്ടുള്ള രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നടത്തിപ്പും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ നിലയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.